ഹലോ ഗെയ്സ്, എല്ലാവർക്കും ലക്കി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കാനും വ്ളോഗൊക്കെ എടുത്തിട്ട് കുറേ നാളായല്ലേ. അതെ, നോക്കിയേ, മാങ്ങ, ഇതൊക്കെ മാങ്ങ കേടായിട്ടുണ്ട് കേട്ടോ. കുറേ നേരം വെച്ചതുകൊണ്ടാവാം കേടായി പോയിട്ടുണ്ട് കുറേയൊക്കെ. പിന്നെ ഇത് നമ്മൾ സ്ഥിരം കാണാറുള്ളതാണല്ലോ അല്ലേ. ഞാനൊരു ഷോർട്സിലിട്ടായിരുന്നു ഒരു മാങ്ങകളുടെ എല്ലാം. അതിൽ ഇത് മുഴുവനൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല, കാരണം ഒത്തിരി ഉണ്ട്. കുറേ എണ്ണം തേയ്ത്ത് പോയി, കണ്ടോ, മൊത്തം തേയ്ത്ത് പോയിട്ടുണ്ട്. കുറേ എണ്ണം ഇതുണ്ട്. ഇതൊക്കെ ഇപ്പോൾ തേയ്ത്ത് വന്നതാണ്. ഇതാ മാങ്ങ, എത്രത്തോളം ഇത് വലിയ മാങ്ങയാണ്. നല്ല നീളം വയ്ക്കുന്ന മാങ്ങയാണ്. ചേലം മാങ്ങ അതാണെന്ന് തോന്നുന്നു, ചേലം മാങ്ങയാണ്. അടിപൊളിയാ. ഞാൻ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിച്ച് കഴിഞ്ഞ്. ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാൻ എന്ത് രസമാണ്. ഞാൻ അതൊക്കെ കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടത് മുകളിലേക്ക് നോക്കിയാൽ ഒത്തിരി ഉണ്ട്. ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി. ഇതൊക്കെ ഈ ഭാഗം നിറച്ചും ഇങ്ങനെ മാങ്ങ ഇങ്ങനെ നിൽക്കുകയാണ്, കണ്ടോ. ഇപ്പോൾ ഒരു കിളീനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അയ്യോ, കിളി പോയോ? ഇതും കേൾസ് എല്ലാവരും കണ്ടോ? ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അത് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയിട്ടോ. മനസ്സിലായി. കിളികൾക്കല്ല, ഇപ്പോൾ പക്ഷികൾക്ക് വരെ മനസ്സിലാവും. നിറയെ നീറാണ്, കണ്ടോ, നീറാണ്. നമ്മളെ ഒരു വിധത്തിലും ഇവിടെ നിൽക്കാൻ അനുവദിക്കില്ല. എത്ര മാങ്ങയുണ്ട് നോക്കിയേ. ഇതൊക്കെ ഞാൻ ഇന്ന് പറിച്ചു തിന്നോളും. ഈ കൊമ്പന്മേലുള്ളതൊക്കെ ഞാൻ പറിച്ചു കഴിഞ്ഞതാണ്. പിന്നെ അതെ ഫ്രാഷൻ ഫ്രൂട്ട്. ഇതിപ്പോൾ വടർന്ന് കയറിയതാണ്. ഇതിൻ്റെ വള്ളി. ഇതെങ്ങനെയാന്ന് കാണിച്ചാട്ടെ. നമ്മുടെ ആ പറമ്പിൽ നിന്ന് കയറി ഇതിൽ കൂടെ വന്ന് അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഉണ്ടായത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നോക്കിയേ, ആ മാങ്ങേൻ്റെ അടുത്ത് ആ മാങ്ങ ഇതുണ്ടോ, രണ്ടാൾ ഒരുമിച്ച് നിൽക്കുന്നത്. അതിൽ ആ ചുവപ്പ് കളർ കാണുന്നത് ഫ്രാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. ആരോ വരുന്നുണ്ട് ജീപ്പിൽ, അതിൻ്റെ ശബ്ദമാണ് കേൾക്കണത്. പിന്നെ അത് സൺലൈറ്റാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് സൺലൈറ്റ് നമുക്ക് വരുന്നത്. അതെ, നല്ല വിശാലമായ കൊക്കോത്തോട്ടം. ഇത് നമ്മളുടെ അല്ല കേട്ടോ, ഇത് വരെ നമ്മളുടെ അപ്പുറത്തെ പറമ്പുള്ളതാണ്. കൊക്കോക്കായൊക്കെ ഉണ്ട് ഇവിടെ. നോക്കിയാൽ കൊക്കോക്കായ ഞാൻ സൂം ചെയ്യാണ് കേട്ടോ. കൊക്കോക്കായൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഈ ഒരു ഭാഗം മൊത്തം നല്ല തണലുള്ള നല്ല സ്പേസ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തുളസിയൊക്കെ താനെ ഇവിടെ നിന്ന് ഉണ്ടായതാണ്. പിന്നെ തൊട്ടാവാടി ഉണ്ട്. എനിക്ക് ചിരി വരുന്നു, കാരണം തൊട്ടാവാടി ഇങ്ങനെ തൊട്ട് പോയി. അതൊക്കെ കഴിഞ്ഞാൽ കണ്ടോ, ആടെയൊക്കെ മരമാണ്, കണ്ടോ. അടുത്തേക്ക് കണ്ടോ, ഞാൻ സൂം ചെയ്ത് കാണിക്കാനല്ലോ, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നല്ല സൂം ചെയ്ത് കാണിക്കാണ്. കണ്ടോ, മരമൊക്കെ കണ്ടോ. ആ മരത്തിൽ എത്രയോ പക്ഷികളുടെ കൂടുണ്ട്. ഒന്നൊന്നല്ല, പരുന്തുകളൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ഉയരമുള്ള മരമാണ്. നല്ല ആകാശം മുട്ടേ നിൽക്കുന്ന മരമാണ്. അതുകൊണ്ട് അവിടെ പരുന്തൊക്കെ താമസിക്കാറുണ്ട്. പരുന്തിൻ്റെ കൂടൊക്കെ എവിടെയാണെന്ന് തോന്നുന്നു.
പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. തെങ്ങിലൊക്കെ ഒരുപാട് തേങ്ങ ഉണ്ട്. കുറേ പച്ച കേട്ടോ മൊത്തം. ഞാനെല്ലാം സൂം ചെയ്തിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ അവിടെ കണ്ടോ? അവിടെയൊക്കെ നമുക്ക് ഒക്കെ പ്ലാവാണ്. ആ പ്ലാവിലൊരു കാക്ക ഇരിക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കാക്കകളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ ഇതാണ്. ഇതൊക്കെ വള്ളി ഇങ്ങനെ പടർന്ന് കയറിയതാണ്. ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കുറേ വിത്ത് എനിക്കെത്തുന്നില്ല, എന്നാലും ഞാൻ പറക്കും. എന്താ കണ്ട ശംഖുപുഷ്പത്തിൻ്റെ വിത്ത്. നീല ശംഖുപുഷ്പമാണ്. നീലയുണ്ട് വെള്ളയുണ്ട്, രണ്ടും കൂടി മിക്സഡായി വളർന്നതാണ്. ഒരു ചട്ടിയിലാണ് രണ്ടും വളർത്തിയത്. അപ്പോൾ രണ്ടും കൂടി മിക്സഡായിട്ടാണ് വളർന്നിട്ടുള്ളത്. കണ്ട വിത്ത്. അത് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇങ്ങനെ വിടറിയാൽ അത് വീണ്ടും മുളച്ചുണ്ടാവും. പിന്നെ അതേ കറ്റാർ വാഴയാണ്, അലോവേറ. ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ഈ ഒരു സ്ഥലത്തുള്ള ഒരു ചെറിയ ഹോം ടൂർ എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളതാണ്. ചെറിയൊരു കാര്യമാണ്. ഇതൊക്കെ മഴ പെയ്തുകൊണ്ട് എങ്ങനെയൊക്കെയോ മുളച്ച് വന്ന കാട്ടുപുല്ലുകളാണ് ഗേൾസ്. ഇതൊക്കെ ഇപ്പോൾ 10 മണി ഇതൊക്കെ ഇപ്പോൾ വിരിയാനായിട്ടുണ്ട്. കണ്ടോ? ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വിരിയും. ഇതൊക്കെ വിടർന്ന് വരുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇതൊക്കെ വിടർന്ന് വരുന്നില്ലേ? ഇതൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ഇന്നലെ നിറച്ചും പൂവായിരുന്നു ഗേൾസ്. ഏതൊക്കെ കളറുണ്ടെന്നറിയോ? ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, ഓറഞ്ച്, യെല്ലോ. പിന്നെ ഡാർക്ക് പിങ്കിൽ എന്തോ ഒരു കളറുള്ള ഇങ്ങനെ വര ഉള്ളതുണ്ട്. റെഡ് കളറുള്ളതുണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്നിനൊരു കുഴപ്പമില്ല. ഒരു കുഞ്ഞി സപ്പോട്ടക്കായ, വലിയ മരമാണ് കേട്ടോ. ഇതൊക്കെ വലിയ മരമാണ്. ഇവിടെ പണ്ട് കിളികളൊക്കെ കൂടുണ്ടാക്കിയിരുന്നു. കിളിക്കൂടൊക്കെ കണ്ടോ? കിളിക്കൂടൊക്കെ ഉണ്ട്. സപ്പോട്ട അതോ ഒരെണ്ണത് അവിടെ വലുതുണ്ട്. ഇവിടെ കിളികളൊക്കെ വരാറുണ്ട്. കാരണം ഇതുപോലെ കായ്കളൊക്കെ തിന്നാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. പിന്നെ പേരക്കാമരമുണ്ട്. പേരക്കാമരം എന്ന് പറഞ്ഞാൽ പേരക്കാമരം സാധാ പേരക്കാമരം റെഡ് കളറാണ്. അവിടെ കണ്ടോ കിളികളൊക്കെ ഭയങ്കര. കണ്ടോ? നിങ്ങൾക്ക് അവിടേക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? ആ പേരൊക്കെ തിന്നിട്ട് നോക്ക് വട്ടത്തിൽ. കിളികൾ വീഡിയോ എടുക്കാമെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. കിളികളൊക്കെ ഓടിപ്പോകുന്നു. ഇതാ ആ മരത്തക്കൊമ്പന്മേലൊരു പക്ഷിനെ കണ്ടോ പറന്ന് കളിക്കാണ്. നമുക്ക് ഇലയുള്ളതുകൊണ്ട് കാണൂല. ഇപ്പം കാണുന്നുണ്ടോ? എല്ലാവരും കണ്ടോ? ഒരു കാപ്പി കളറ്, അതാണ് പക്ഷി. ഇവർ വന്നിട്ട് എല്ലാം തിന്നു പോവുക. കണ്ടോ? സൂം ചെയ്തിട്ട് ഒരു രസത്ത് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നല്ലേ? എന്നാലേ കാണുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചത്. നമുക്കിനി കുറച്ച് നേരം പക്ഷിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു നിൽക്കാം. അവിടെയുള്ള മരമൊക്കെ ഇവിടുന്ന് കാണാം. ഞാൻ സൂം ചെയ്തിട്ടോ. ആ പേരയ്ക്കൊന്ന് തിന്നിട്ടോ നോക്കിയേ. കഷ്ടം കേട്ടോ പേരക്കൊക്കെ തിന്നിട്ടത്. നോക്കിയ കുഞ്ഞിക്കിളി താഴത്തേക്ക് നോക്കിയാലോ നിങ്ങൾക്ക്. ഇത് ഞാൻ സൂം ചെയ്തിട്ടോ. ഇതൊക്കെ താഴത്തേ നോക്കിയാൽ കാണുന്നത് ഇതാണ് നന്ദിയാർവട്ടം.
നമുക്ക് ആ പൂവിൻ്റെ അടുത്തേക്ക് പോകണോ? മുകളിൽ നിന്ന് രണ്ടാമത്തെ ഫ്ലോറിൽ നിന്ന് രണ്ടാമത്തെ ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അവിടെ ഉണ്ട് കേട്ടോ പെരക്ക. അവിടെ വൈറ്റ് വരയ്ക്കാണ്, ഇവിടെ റെഡ് വരയ്ക്കാണ്. കിളി പോയിട്ടില്ല. കിളിയെ നമുക്ക് അവിടെ നിന്ന് സൂക്ഷ്മതയിൽ ഇങ്ങനെ നിരീക്ഷിക്കാം. ആ കിളി തിന്നിട്ട പേരക്കം നോക്കിയേ. നല്ല കഷ്ടം. പേരക്കൊക്കെ കറക്റ്റ് തിന്നിട്ട് കിളിയെ കാണുന്നുണ്ടോ? കിളിത് ഉണ്ട് അവിടെ കണ്ടോ? ഈ കിളി പറന്നുമില്ല കേട്ടോ. വേറൊരു കിളിയുണ്ട്, അടിപൊളി കിളിയാണ്. വാലാട്ടിക്കിളി എന്നാണ് നമ്മളവിടെ പറയുന്നത്. അതിന് ഒരു ബ്ലാക്കും വൈറ്റും ഉള്ളത് ഉണ്ടോ? കിളിയുടെ ഇതൊക്കെ കഴിഞ്ഞു. കിളീനെ തന്നെ കണ്ടാൽ നമുക്ക് മടുപ്പ് വരുമെന്ന് എനിക്കറിയാം. എല്ലാവരും എനിക്കൊരു ലൈക്കും സബ്സ്ക്രൈബും തരാൻ മറക്കരുത് കേട്ടോ. കുറേ പേര് മറന്നു പോകുന്നുണ്ട് തോന്നുന്നു. എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും തരാൻ മറന്നു പോകുന്നുണ്ട്. വ്യൂസ് കിട്ടുന്നുണ്ട്. വ്യൂസ് പിന്നെ കണ്ടാൽ നമുക്ക് കിട്ടുമല്ലോ. പിന്നെ അതെ ഉണ്ട് തേനീച്ചക്കൂട് കണ്ടോ? തേനീച്ച പലപ്പോഴും പറക്കാറുണ്ട്. ഇത് കണ്ടോ? തേനീച്ച കണ്ടോ പറക്കുന്നത്? ഇതിനകത്ത് നമ്മൾ എടുത്തിരുന്നു. നിറയെ മുട്ടയും ഉണ്ട്, തേനും ഉണ്ട്. ഭയങ്കര ഇതാട്ടോ. നന്നായിട്ട് നിറയെ മുട്ടയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അതെ ഇത് നമ്മുടെ തെങ്ങുമ്മക്കൂടെ പടർന്നു വന്നൊരു സാധനമാണ്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇനി തെങ്ങുമ്മലേക്ക് നോക്കാം. ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ പ്രദേശമാണ്. അതുകൊണ്ട് ഇത് ഇങ്ങനെ വട്ടം കറങ്ങിച്ച് പോവാം. നമുക്കൊന്ന് സ്ലോ മോഷനിൽ കറങ്ങിയാലോ? വാ, സ്ലോ മോഷനിൽ കറങ്ങാം. അവിടെ കണ്ടോ ഒരു മിന്നുന്നത്? അവിടെ സൂര്യനാണ് ശരിക്കും. വീഡിയോയിൽ നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല. നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് സൂര്യനെയും കണ്ട് വൈൻഡപ്പ് ചെയ്യാം. ബായ്.